മാജിക് വേൾഡിന്റെ കർണാടക എപ്പിസോഡ്സിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ യാഗാച്ചി ഡാമിൽ എത്തിയിട്ടുണ്ട്. അപ്പം ശരിക്കും ഇപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് പറയുന്നത് യാഗാച്ചി ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ക്യാപ്ചർ വാട്ടർ സ്പോർട്സ് സെന്ററിലാണ്. ഇപ്പം ഇവിടെ ഒന്നിലധികം ജലകായിക വിനോദ കേന്ദ്രം ആണ് ഈ ക്യാപ്ചർ വാട്ടർ സ്പോർട്സ് സെന്റർ എന്ന് പറയുന്നത്. 2001 സ്ഥാപിച്ചതാണ് ഈ യാഗാച്ചി ഡാം. അത്യാവശ്യം നല്ല ആഴമുള്ളൊരു സ്ഥലവും കൂടിയാണ്, പക്ഷെ വളരെ വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണ്. ഇതിന്റെ കരകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ധാരാളം കൃഷികളും ഒക്കെ ആയിട്ട് വളരെ ഇതായിട്ട്, ഇത് ശരിക്കും ഈ ഡാം നിർമ്മിച്ചത് പോലും അതിനു വേണ്ടിയിട്ടാണ്, അതായത് ഇറിഗേഷന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഡാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ ശരിക്കും പേടിച്ച് വിറച്ചാണ് അകത്തോട്ട് കയറുന്നത്. അതൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്, ഈ നമ്മൾ ബോട്ടിങ്ങിൽ ആ സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. നമുക്കിതൊന്നും ശീലമില്ലല്ലോ, അപ്പൊ ഇതിങ്ങനെ അനങ്ങുമ്പോഴത്തേക്ക് ശരിക്കും പേടി വരുമായിരുന്നു. ഞാൻ ശരിക്കും വിറച്ചാ പോയെ. പിള്ളേരൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു കേട്ടോ. കാര്യം അവർക്ക് അങ്ങനെ പേടിയൊന്നും എനിക്ക് തോന്നിയില്ല. ഞാനൊക്കെ പല സ്ഥലങ്ങളിലും പേടിച്ച് മാറി നിൽക്കുമ്പോഴത്തേക്കും അവർ പക്ഷെ ഒന്നിലും മാറി നിൽക്കത്തില്ലായിരുന്നു, അവരെല്ലാത്തിലും കയറാൻ തയ്യാറാവുന്നുണ്ടായിരുന്നു. ഇതെന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് ഒരു സ്പീഡ് ബോട്ടിൽ പോകുക എന്ന് പറയുന്നത്. സ്പീഡ് ബോട്ട് പോകുമ്പോൾ ശരിക്കും എനിക്ക് പേടിയായിരുന്നു. അത്ര സ്പീഡിൽ ഇങ്ങനെ പോകുന്നത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം എന്റെ വിചാരം ഈ സ്പീഡ് ബോട്ട് നേരെ മാത്രമേ ഇങ്ങനെ പോകത്തുള്ളൂ എന്നെങ്കിൽ ചരിയുന്ന കാര്യമൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അങ്ങനെയാണ് ഈ സ്പീഡ് ബോട്ടിൽ കയറുന്നത്. സത്യം പറഞ്ഞാൽ സ്പീഡ് ബോട്ടാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഞാൻ ഇതിനകത്ത് കയറുന്നത്, നേരെ അങ്ങ് പോകുമെന്നേ വിചാരിച്ചുള്ളൂ. കയറി കഴിഞ്ഞിട്ടാണ് സ്പീഡ് ബോട്ടാണെന്നുള്ളൊരു ധാരണ എനിക്ക് വന്നത്. ശരിക്കും ഇതായിട്ട് എൻജോയ് ചെയ്തു, എന്നാൽ പോലും പേടിക്കുകയും ചെയ്തു. ആ സ്പീഡ് ബോട്ടിൽ അപ്പോഴാണ് ഓർത്തത്, സ്പീഡ് ബോട്ടിൽ പോയ സമയത്ത് ഇതുപോലെ എനിക്കിപ്പോൾ ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചു. പക്ഷെ വേറൊന്നും ഉണ്ടല്ല, ഈ ചരിഞ്ഞും ഇങ്ങനെ ആടും ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് പേടി വന്നു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും എനിക്കിപ്പോൾ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ പയ്യൻ എന്ത് ചെയ്തറിയും, ഞാൻ പറയുന്ന കേട്ടപാടെ ആ ഓപ്പറേറ്റ് ചെയ്യുന്ന പയ്യൻ 5-6 കുലുക്കും കൂടെ എക്സ്ട്രാ. ആകെ ഒരു വല്ലാത്ത അനുഭവമായിരുന്നു അത്. അങ്ങനെ പിള്ളേരൊക്കെ എൻജോയ് ചെയ്യുന്ന നോക്കി. ഇത് ബനാന റൈഡാണ്. ഇത് നല്ല രസമാണ്, കാണാൻ രസമാണ്. എനിക്ക് പേടിയാണ് കയറാൻ, പക്ഷെ കാണാൻ വളരെ രസമാണ്. ഇതുപോലെ സ്പീഡ് ബോട്ടിൽ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയിട്ട് തിരിച്ച് കറക്കി ഇങ്ങനെ കൊണ്ടുവന്നേച്ച് മറിച്ചങ്ങിടും. ഞാനിത് പക്ഷെ ആദ്യമായിട്ട് കാണും കേട്ടോ. ഓക്കെ, ഈ ബോട്ട് പക്ഷെ അത്ര വലിയ പ്രശ്നമില്ലായിരുന്നു എന്നാ പറഞ്ഞത്. ഇതങ്ങനെ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അവര് പറയുന്നത് ഒരുമാതിരി മരണ വീട്ടിൽ പോയിട്ട് വന്ന പോലെ ഇരുന്നു, അനക്കമൊന്നും ഇല്ലാതെ പോകേണ്ടി വന്നു എന്നൊക്കെയാണ് പിള്ളേർ പറയുന്നത്. സ്പീഡ് ബോട്ടൊക്കെ എല്ലാവരും എൻജോയ് ചെയ്തോട്ടോ. ഹാറും ബഹളമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ തുള്ളുന്ന സമയത്തും അതിങ്ങനെ തുള്ളിക്കുകയും ചരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാവരും ഭയങ്കര കാറിലായിരുന്നു. വളരെ മനോഹരമായിട്ടൊരു സ്ഥലമാണ് കേട്ടോ. ഇത് 2001 ഈ യാഗാച്ചി ഡാം സ്ഥാപിക്കുന്നത്. ഇതിന് ഏകദേശം ഒരു 1280 മീറ്റർ ആണ് ഈ യാഗാച്ചി ഡാമിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇവിടെ ബോട്ടിങ്ങിനൊക്കെ സ്പീഡ് ബോട്ടിൽ 600 രൂപയാണ് സ്പീഡ് ബോട്ടിന്റെ ചാർജ്. 4 പേർക്കുള്ള സ്പീഡ് ബോട്ടിൽ 600 രൂപയാണ്. അതായത് ഈ ബനാന റൈഡൊക്കെ ഇല്ലേ, ബനാന റൈഡിന് 500 രൂപ മുതലാണ്. അതായത് 6 ആളുകൾക്ക് വരെ അതിൽ കയറാം. അതുപോലെ കയാക്കിംഗ് ഉണ്ട്. കയാക്കിങ്ങിന് 2 പേർക്ക് 200 രൂപയാണ്. പിന്നെ ജെറ്റ് സ്കീ ഉണ്ട്, അതിന് ഒരാൾക്ക് 300 രൂപയാണ്. എന്നുവെച്ചാൽ അഫോർഡബിൾ റേറ്റ് ആയിരുന്നു. നല്ല സ്ഥലമായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു എല്ലാവരും. അപ്പൊ എല്ലാം കൊണ്ടും നല്ല രസമായിരുന്നു കേട്ടോ ആ ദിവസം. ആ ദൂരെ കാണുന്നതാണ് യാഗാച്ചി ഡാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കർണാടക ദിവസങ്ങളിൽ ഇനി മറ്റ് സ്ഥലങ്ങൾ കാണാം. ഓക്കെ, ബൈ.